ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പുരുഷന്മാർ സ്ത്രീകളിലേക്ക് അട്രാക്റ്റ് ആവുന്നതിനുള്ള 4 കാര്യങ്ങളെ കുറിച്ചാണ്. 4 അല്ല, അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പുരുഷന് കൂടുതൽ അട്രാക്റ്റ് ആവുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും, നിങ്ങളെ ബ്ലോക്ക് ആക്കുന്നതിനും ഒക്കെ ഉള്ള ചാൻസ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പുരുഷന്മാരെന്ന് പറയുന്നത് പൊതുവെ ആരുടെ മുന്നിലും കരയാത്ത അങ്ങനെ ഒരു ടൈപ്പാണ്. സത്യം പറഞ്ഞാൽ അത് സമൂഹം അവരെ അടിച്ചേൽപ്പിച്ചൊരു കാര്യം തന്നെയാണത്. പുരുഷന്മാർ ആരുടെ മുന്നിലും കരയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും അവരുടെ വിഷമമൊക്കെ അവർ ഒറ്റയ്ക്കാണ് സഹിക്കുക, അവർ ആരോടും ഷെയർ ചെയ്യൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയം അവരുടെ ആ ഒരു വിഷമം മാറ്റാൻ ആ ഒരു സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കരയുന്ന ഒരാളായിരുന്നു, എപ്പോഴും വിഷമിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു, പക്ഷെ പിന്നീട് ആ ഒരു സ്ത്രീ തൻ്റെ ലൈഫിലേക്ക് വന്ന മുതൽ പിന്നീട് തന്നെ കരയാനേ ഇടയാക്കിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആ ഒരു പുരുഷന് ഒരു സ്നേഹവും നിങ്ങളോടൊരു റെസ്പെക്റ്റും ഒരു വാല്യൂ ഒക്കെ തോന്നും. വിഷമം എന്ന് വെച്ചാൽ അവർക്ക് പല രീതിയിലും സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം. അവരുടെ പാസ്റ്റ് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളോ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവരുടെ എന്തുമായിരിക്കാം, അവരുടെ സ്ട്രഗിൾസ്, അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച എന്തെങ്കിലും കിട്ടാത്തതോ, അതുകൊണ്ടൊക്കെ അവർക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് അവർക്ക് ആരും ഉണ്ടായിരിക്കില്ല. ആ ഒരു സമയത്ത് അവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ആ ഒരു വിഷമം എല്ലാം തന്നെ സഹിക്കുക. ആ ഒരു സമയത്ത് തൻ്റെ കൂടെ നിന്ന് തൻ്റെ ആ ഒരു വിഷമം മാറ്റാൻ ആ ഒരു സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു സ്നേഹവും ഒരു ബഹുമാനവും നിങ്ങൾക്കൊരു വാല്യൂ എല്ലാം തന്നെ അവർ നിങ്ങൾക്ക് തരും. ഇതാണ് നമ്മൾ ഗേൾസ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അവരൊറ്റയ്ക്കാവുന്ന ആ ഒരു നിമിഷങ്ങൾ, അവർക്ക് ആരും ഇല്ല എന്ന് തോന്നുന്ന ആ ഒരു നിമിഷങ്ങൾ, അവർ തീർത്തും ഒറ്റയ്ക്ക് ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ ആരും ഉണ്ടായിരിക്കില്ല ആ ഒരു സ്ത്രീകളിൽ നിന്ന് അവർക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം ആ ഒരു സ്ത്രീ തന്നോടൊപ്പം ഇരുന്ന് തൻ്റെ ആ ഒരു വിഷമങ്ങളെല്ലാം തന്നെ പങ്കിട്ട് ആ ഒരു വിഷമം മാറ്റിയെടുക്കാൻ ആ ഒരു ഗേളിന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷന് ആ ഒരു സ്ത്രീയോട് ഒരു അഡിക്ഷനും ഒരു അട്രാക്ഷനൊക്കെ തോന്നും. നമ്മുടെ രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും ഒക്കെ തമ്മിൽ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിലൊക്കെ വഴക്കുണ്ടായിരിക്കാം. ആ ഒരു സമയം ആ ഒരു വഴക്ക് മാറ്റാൻ ആ ഒരു സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. ആ ഒരു സമയം ആ ഒരു വഴക്ക് മാറ്റാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പുരുഷന് ആ ഒരു സ്ത്രീയോട് ഒരുപാട് റെസ്പെക്റ്റും ഒരു വാല്യൂവും ഒരു സ്നേഹവും ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ ഈഗോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പിലേക്ക് തന്നെ പോകും. പക്ഷെ അതിനൊന്നും ഇട കൊടുക്കാതെ ആ ഒരു വഴക്കുണ്ടാകുമ്പോൾ ആ ഒരു ചെറിയ സമയത്ത് മാത്രം നിലനിർത്തിക്കൊണ്ട് ആ ഒരു വഴക്കിനെ മാറ്റിയെടുത്തുകൊണ്ട് പിന്നീട് വരുമ്പോൾ സന്തോഷത്തോടെ അതെല്ലാം തന്നെ മറന്നുകൊണ്ട് ചിരിച്ചൊരു മുഖമായിട്ട് രണ്ടാളും വരും. അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ ശ്രമിക്കും. എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ ആ ഒരു വഴക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ത്രീ ചെയ്യും. ആ ഒരു വഴക്കില്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അവൾ എടുക്കുന്നുണ്ടായിരിക്കും. ഇത് അത്തരത്തിലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, നമ്മളെ അത്ര സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു പുരുഷന് മനസ്സിലാക്കാനും സാധിക്കും. അവൾ എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്, അവൾ എനിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രഗിൾസ് സഹിക്കുന്നുണ്ട് എന്ന് ആ ഒരു പുരുഷന് മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം ഒരു ഫീലിങ്സ് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. മെച്യൂർഡ് എന്ന് പറയുമ്പോൾ ഒരു 10-20 ആ ഒരു റേഞ്ചിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ എനിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രഗിൾസ് ആണ് അനുഭവിക്കുന്നത്, എൻ്റെ റിലേഷൻഷിപ്പ് എത്ര നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു പുരുഷന് സാധിക്കും. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിൽ ഈഗോ അടിച്ച് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് തന്നെയാണ് പോകും. പക്ഷെ അതല്ലാതെ ആ ഒരു വഴക്കുണ്ടാവുമ്പോൾ പിന്നീടും ആ ഒരു വഴക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നീടും സന്തോഷത്തോടെ തിരിച്ച് അവൾ തന്നെ സംസാരിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷൻ നിങ്ങളോടൊരു സ്നേഹവും നിങ്ങളോടൊരു വാല്യൂവും റെസ്പെക്റ്റും എല്ലാം തന്നെ തോന്നും. പിന്നീട് ഒരു വഴക്കുണ്ടാവാതിരിക്കാൻ ശ്രമിക്കുകയും എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പുരുഷൻ തന്നെ തിരിച്ച് നമ്മളോട് സംസാരിക്കാൻ വരികയും എപ്പോഴും നീയല്ല എന്നോട് സംസാരിക്കാൻ വരിക, ഇനിയിപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് പിന്നീട് നല്ലൊരു രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഒരു ഗേൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക. അതായത് നമ്മൾ ആ വഴക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിരിക്കുക.
നമ്മളും ഈഗോ അടിച്ച് അവരുടെ പോലെ നമ്മൾ മിണ്ടാതിരിക്കാതെ, എന്തിനാണ് ഈഗോ അടിക്കുന്നത്? നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോവുകയല്ല ചെയ്യുക. ആ ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ കൂടുകയാണല്ലോ, ഒരിക്കലും കുറയില്ല. നമ്മൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം തന്നെ കൂടുകയാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു വഴക്ക് നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ആ ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യമാണ്, അവരും നിങ്ങളും ഒരുമിച്ചുണ്ടായിട്ടുള്ള ആ ഒരു മൊമെന്റ്സിലേക്ക് നിങ്ങളെ സംസാരിച്ച് വീണ്ടും വീണ്ടും എത്തിക്കാൻ ആ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ചുള്ള പല നിമിഷങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ പോയതോ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നടന്ന നിമിഷങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ദിവസങ്ങൾ, നമ്മൾ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയം, നമ്മൾ ചിലപ്പോൾ സിനിമയ്ക്ക് പോയതോ എവിടേക്കെങ്കിലും പുറത്ത് ജസ്റ്റ് ഔട്ടിങ്ങിന് പോയതോ എന്തുമായിരിക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ ഇടയിലുണ്ടായ ചെറിയ ചെറിയ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംസാരം പോലും നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് നമ്മളോട് ആ ഒരു സംസാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ആ ഒരു മൊമെന്റ്സിലേക്ക് നമ്മളെ സംസാരിച്ച് വീണ്ടും എത്തിക്കാൻ ആ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു സ്നേഹവും ഒരു വാല്യൂവും ഒക്കെ തന്നെ കൂടും. ആ ഒരു സമയം നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ ആ ഒരു കുറച്ച് സമയത്തെ കാര്യം പോലും അവർ ഓർത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർ പോലും ഓർക്കില്ല. ആ ഒരു സമയത്ത് ചെറിയ ചെറിയ തമാശകളോ ആ ഒരു സ്ഥലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോ എന്തുമായിരിക്കാം, ആ ഒരു കാര്യം പോലും അവർ ഓർമ്മിച്ച് വെച്ച് നമ്മളോട് അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നല്ല മൊമെന്റ്സിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനവും എല്ലാം തന്നെ തോന്നും. ഇവളിതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടോ എന്നൊക്കെ അവരുടെ മനസ്സിൽ തന്നെ അവർ ചിന്തിക്കും. അതല്ലാതെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ അവർ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻസ്റ്റയോ അല്ലെങ്കിൽ വാട്സപ്പിലോ സ്റ്റാറ്റസ് റീൽസൊക്കെ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. അതൊരു അവോയ്ഡ്, ബ്ലോക്ക് അങ്ങനെ ഒരു രീതിയിലേക്കാവും പോവുക. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മളൊരു ഗുഡ് ലിസണർ ആവാൻ നമ്മൾ ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പിന്നീട് നമ്മളത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് പിന്നീട് നമ്മൾ അവരോട് സംസാരിക്കുന്ന ആ ഒരു ചാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മളോടൊരു സ്നേഹവും നമ്മളോടൊരു അട്രാക്ഷനും അഡിക്ഷൻ എല്ലാം തന്നെ തോന്നും. അപ്പോൾ ഇതാണ് ആ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടല്ല, അവരുമായിട്ടൊരു ആത്മാർത്ഥ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ടൊരു വരുന്ന സംഭവം തന്നെയാണ്. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളിലേക്ക് എല്ലാം തന്നെ അവർ നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നീടുള്ള നാലാമത്തെ കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നമുക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്, ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറവുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് ഭയങ്കര ഹൈറ്റാണ്, നമുക്ക് ഭയങ്കര തടിയാണ്, നമുക്ക് കളറില്ല, മുടി കുറവാണ്, ഇതേപോലെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കുറവുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഇതൊക്കെ എന്തിനാണ്? നമ്മളൊക്കെ വ്യത്യസ്തമായിട്ട് ജനിച്ചവരാണ്, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും. ഇതൊന്നും നമ്മളൊരു കുറവായിട്ട് കാണേണ്ട ആവശ്യം തന്നെയല്ല. ചിലവർക്ക് ഉണ്ടായിരിക്കും, ചില പുരുഷന്മാർ വിചാരിക്കുക ഭയങ്കര വെയിറ്റുള്ള ജിമ്മായിട്ടുള്ള ഒരു ദുൽഖർ സൽമാനെ പോലെ ആയിട്ടുള്ള നല്ല കളറായിട്ടുള്ള അങ്ങനത്തേക്ക് ഒരു പുരുഷന്മാരായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളൊരു വ്യക്തിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കുറവുകളൊന്നും ശരിക്കും ഒരു കുറവുകൾ തന്നെയല്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള വെറും തെറ്റിദ്ധാരണകളാണ്. പറഞ്ഞു വരുന്നത്, ചില സമയത്ത് ഒരു വഴക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പറയും, നിനക്ക് അവനല്ലേ ഇഷ്ടം, ഞാൻ അവൻ്റെ പോലെ ഒന്നല്ലല്ലോ, എനിക്കിപ്പോൾ അവൻ്റെ അത്ര സ്റ്റാറ്റസോ ജോലിയോ കാര്യങ്ങളോ കാണാൻ ഭംഗിയോ ഒന്നുമില്ല, നീ അവൻ്റെ ഒപ്പം പോയിക്കോ, ഞാൻ പോയിക്കോളാം, നിനക്കിപ്പോൾ അതല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് വഴക്കടിച്ച് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ അവരുടെ കുറവുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ ഒരു കുറവുകളെല്ലാം തന്നെ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ നീ എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടോ, ആ ഒരു പുരുഷനോട് നമ്മൾ പറയുകയാണ് എന്തെങ്കിലും ഒരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നുണ്ടോ, അതേപോലെ നിൻ്റെ കുറവുകളൊന്നും എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയാം, അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു വ്യക്തിയുടെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അവരുടെ ആ കുറവുകളെല്ലാം തന്നെ നമ്മൾ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷന് നിങ്ങളോടൊരു റെസ്പെക്റ്റും ഒരു വാല്യൂവും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ നൽകും. ഈ ഒരു 4 കാര്യവും നിങ്ങൾക്ക് ആ ഒരു സ്ത്രീകളിൽ കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പുരുഷന് നിങ്ങളോടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ ലയിച്ചു ചേരാൻ
ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും. അത്രത്തോളം നിങ്ങളോടൊരു സ്നേഹവും വാല്യൂവും അട്രാക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു 4 കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ത്രീകൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, നമുക്ക് ഒരു സ്ത്രീകളിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന ആ ഒരു സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. നമ്മുടെ ആ ഒരു വിഷമം മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകൾ മാറ്റിയിട്ട് പിന്നീടും പഴയ പോലെ സന്തോഷത്തോടെ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾസ് എടുക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പിന്നീട് നമ്മളൊരു വഴക്കിലേക്ക് നിൽക്കില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ചെന്ന് സംസാരിക്കാൻ ചെല്ലും. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സിലേക്ക് അവർക്ക് നമ്മളെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ചുണ്ടായ ചെറിയ നിമിഷങ്ങളായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റാണ് കണ്ടതെങ്കിൽ ആ ഒരു 5 മിനിറ്റ് അവർക്ക് ഒരു ദിവസത്തിൻ്റെ ആ ഒരു ലെങ്ത് ആയിരിക്കും. ആ ഒരു സമയം നമ്മളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ചെറിയ തമാശകളും ആ ഒരു സ്ഥലത്തെ വിശേഷങ്ങളും ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം സ്നേഹമായിരിക്കും, നിങ്ങൾക്ക് അത്രത്തോളം ഒരു അട്രാക്ഷനും എല്ലാം തന്നെ നിങ്ങളോട് അവർക്ക് തോന്നും. പിന്നീട് നമ്മൾ പറഞ്ഞ ലാസ്റ്റിലെ ഒരു കാര്യമായിരുന്നു, നമ്മുടെ കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നും ഒരു കുറവുകളല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, അവർ നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളോടൊരു റെസ്പെക്റ്റ്, നിങ്ങളോടൊരു വാല്യൂ എല്ലാം തന്നെ അവർക്ക് നിങ്ങളോട് തോന്നും. ഈ ഒരു 4 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.